ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് പഠിക്കാം. ഒരു റോഡ് അപകടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗുരുതരമായി പരിക്കേൽക്കാൻ സാധ്യതയുള്ളവരെ മുൻഗണനാ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്ന ഒരു ആശയമാണ് റോഡ് ഉപയോക്താക്കളുടെ ശ്രേണി അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് റോഡ് യൂസേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ശ്രേണി ആരുടെയും ഉത്തരവാദിത്തം ഇല്ലാതാക്കുന്നില്ല. പകരം വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ കൂടുതൽ ദുർബലരായ റോഡ് ഉപയോക്താക്കളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് ഈ ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് വൾണറബിൾ റോഡ് യൂസർ? ഇതിൽ ആരാണ് ഏറ്റവും ദുർബലരായ റോഡ് യൂസർ എന്നാണ് ചോദ്യം. ഉത്തരം മോട്ടോർ സൈക്ലിസ്റ്റ്. ഇനി ഹൈറാർക്കി ഓഫ് റോഡ് യൂസേഴ്സിൽ 3 റൂൾസ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. റൂൾ H1 എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് വണ്ടി ഓടിക്കുന്നവർ മാത്രമല്ല കാൽനടക്കാരും നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ഒരു അപകടമുണ്ടായാൽ എല്ലാവരും തന്നെ ബുദ്ധിമുട്ടുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഒരു സൈക്ലിസ്റ്റുകളും കുതിരസവാരികളും കുതിരവണ്ടി ഓടിക്കുന്നവരും ജാഗ്രതയോടെ ഇരിക്കണം, പ്രത്യേകിച്ച് കാൽനടക്കാരുടെ അടുത്ത് വരുമ്പോൾ. നാലാമതായി പറഞ്ഞിരിക്കുന്നത് കാൽനടക്കാരും ശ്രദ്ധയോടെ ഇരിക്കണം, തങ്ങൾക്കൊപ്പം മറ്റുള്ളവരെ ശ്രദ്ധിക്കണം. അഞ്ചാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ചിലർക്ക് കേൾവി, കാഴ്ച അല്ലെങ്കിൽ ചലന ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അത് എല്ലായ്പ്പോഴും ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇങ്ങനെയുള്ളവരോട് ക്ഷമയും ദയയും കാണിക്കുക. ഇനി H2 റൂൾ എന്താണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഈ നിയമം കാൽനടക്കാർക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. വാഹനം ഓടിക്കുന്നവരെല്ലാവരും തന്നെ ജംഗ്ഷനുകളിലും സീബ്ര ക്രോസിങ്ങുകളിലും പാരലൽ ക്രോസിങ്ങുകളിലും പങ്കിട്ട പാതകളിലും കാൽനട യാത്രക്കാർക്ക് വഴി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സൈക്കിൾ യാത്രക്കാർ ദയവായി നടപ്പാതകളിൽ സൈക്കിൾ ഓടിക്കരുത്. കാൽനടക്കാർക്കും മൊബിലിറ്റി സ്കൂട്ടറുകളോ വീൽചെയറുകളോ ഉപയോഗിക്കുന്നവർക്കും നടപ്പാതകളും റോഡുകളും സൈക്കിൾ ട്രാക്കുകളും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇനി H3 റൂൾ എന്താണെന്ന് നോക്കാം. ഈ നിയമം ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ മോട്ടോർ ബൈക്കുകൾ ഓടിക്കുന്നവർക്കും പ്രത്യേക നിർദ്ദേശം നൽകുന്നത് എന്തെന്നാൽ കുതിരസവാരികളെയും കുതിരവണ്ടി ഓടിക്കുന്നവരെയും സൈക്കിൾ യാത്രക്കാരെയും മുറിച്ച് കടക്കരുത്, പ്രത്യേകിച്ച് ജംഗ്ഷനുകളിലും റൗണ്ട് അബൌട്ടുകളിലും. അവർക്കാണ് ആദ്യം വഴി നൽകേണ്ടത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഷുഡ് യു ഡു ഇഫ് യു വാണ്ട് ടു ടേൺ ലെഫ്റ്റ് അറ്റ് എ ജംഗ്ഷൻ വെയർ പെഡസ്ട്രിയൻസ് ഹാവ് സ്റ്റാർട്ടഡ് ടു ക്രോസ്? നിങ്ങൾ ജംഗ്ഷനിൽ ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുമ്പോൾ കാൽനടക്കാർ ക്രോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ഉത്തരം ഗീവ് വേ ടു ദം, അതായത് അവർക്ക് വഴി കൊടുക്കുക. അടുത്ത ചോദ്യം. യു ആർ ടേണിംഗ് റൈറ്റ് ഫ്രം എ മെയിൻ റോഡ് ഇൻ ടു എ സൈഡ് റോഡ്. ദർ ഇസ് നോ ഓൺ കമ്മിങ് ട്രാഫിക്. വാട്ട് ഷുഡ് യു ഡു ഇഫ് പെഡസ്ട്രിയൻസ് ആർ സ്റ്റാൻഡിംഗ് ഓൺ ദ പേയ്മെൻറ്റ് വെയിറ്റിംഗ് ടു ക്രോസ് ദ സൈഡ് റോഡ്? നിങ്ങൾ പ്രധാന റോഡിൽ നിന്ന് സൈഡ് റോഡിലേക്ക് വലത്തോട്ട് തിരികെയാണ്. എതിർവശത്ത് നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ല. കാൽനടക്കാർ ക്രോസ് ചെയ്യാൻ നടപ്പാതയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം വെയിറ്റ് ആൻഡ് ഗീവ് വേ ടു ദ പെഡസ്ട്രിയൻസ്, അതായത് കാൽനടക്കാർക്ക് വഴി കൊടുക്കുക. അടുത്ത ചോദ്യം. വാട്ട് ഷുഡ് യു ഡു ആസ് യു അപ്രോച്ച് ദിസ് സൈക്ലിസ്റ്റ്? ഈ സൈക്ലിസ്റ്റിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം സ്ലോ ഡൗൺ ആൻഡ് അലോ ദ സൈക്ലിസ്റ്റ് ടു ടേൺ, അതായത് വേഗത കുറയ്ക്കുക, എന്നിട്ട് ഈ സൈക്ലിസ്റ്റിനെ തിരിയാനായിട്ട് അനുവദിക്കുക. അടുത്ത ചോദ്യം. യു ആർ ബിഹൈൻഡ് ദിസ് സൈക്ലിസ്റ്റ് വെൻ ദ ട്രാഫിക് ലൈറ്റ് ചേഞ്ച്. വാട്ട് ഷുഡ് യു ഡു? നിങ്ങൾ ഈ സൈക്ലിസ്റ്റിന് പുറകിലാണ് നിൽക്കുന്നത്. ട്രാഫിക് ലൈറ്റ് ചേഞ്ച് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം അലോ ദ സൈക്ലിസ്റ്റ് ടൈം ആൻഡ് റൂം, അതായത് സൈക്ലിസ്റ്റിന് സമയവും ആവശ്യത്തിന് സ്ഥലവും അനുവദിക്കണം. ഇനി അവസാനത്തെ ചോദ്യം. വാട്ട് ഷുഡ് യു ഡു വെൻ യു സീ ദീസ് ഹോഴ്സ് റൈഡേഴ്സ് ഇൻ ഫ്രണ്ട്? നിങ്ങളുടെ മുമ്പിൽ കുതിരസവാരികളെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം സ്ലോ ഡൗൺ ആൻഡ് ബി റെഡി ടു സ്റ്റോപ്പ്, അതായത് വേഗത കുറയ്ക്കുക, നിർത്താൻ തയ്യാറായിരിക്കുക.